യുദ്ധം ഉടൻ തീരുമെന്നും ഇറാനിൽ ഇനി ആക്രമിക്കാൻ കാര്യമായി ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ യുദ്ധത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുമായി ചർച്ചയില്ല എന്നും ദീർഘകാല യുദ്ധത്തിന് സജ്ജമെന്നും ഇറാൻ മറുപടി നൽകി. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അബുദാബിയിൽ ഡ്രോൺ ആക്രമണത്തിൽ പഴയ എയർപോർട്ടിൽ തീപിടുത്തമുണ്ടായി. ഒമാനിലെ സലാല തുറമുഖത്ത് ഇന്ധന ടാങ്കുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. MCA, ഇനി ഇറാനിൽ ഒന്നും ആക്രമിക്കാനില്ല എന്ന് പറയുമ്പോൾ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയെന്നാണോ ട്രംപ് വ്യക്തമാക്കുന്നത്? ദിവ്യ, പരിധി വിട്ട അവകാശവാദങ്ങളുമായിട്ടാണ് ഇന്നും ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും തങ്ങൾ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റേതായിട്ട് ഇനി ഒന്നും ബാക്കി നിൽക്കുന്നില്ല. 46 കപ്പലുകൾ ഇതിനകം തന്നെ കടലിൽ മുക്കിയിരിക്കുന്നു എന്നതുൾപ്പെടെ നിരവധി അവകാശവാദങ്ങൾ ട്രംപ് തുടരുകയാണ്. അതിന്റെ ഒരു തുടർച്ച എന്നുകൂടിയാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ പ്രതികരണം നമ്മൾ കാണേണ്ടത്. കാരണം ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാവികസേന പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുന്നു. അവരുടെ കടലിൽ മൈൻ പാകുന്ന ബോട്ടുകൾ, നിരവധി ബോട്ടുകളാണ് തങ്ങൾ ഇന്നലെ രാത്രി തന്നെ തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിരോധവും റഡാർ സംവിധാനവും മറ്റ് എല്ലാ ശേഷിയും പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ യുദ്ധം അധികം നീളാനിടയില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നുകൂടി ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഏത് ഒരു അവസ്ഥയിലൂടെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്, യുദ്ധം ഉടൻ തന്നെ നിർത്താൻ അമേരിക്ക തയ്യാറാകുമോ, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിന്റെ ഒരു ഭാഗം എന്നതിലൊക്കെയാണോ ഈ പ്രതികരണം? അതല്ല ഈ ആഗോള വിപണിയിലും മറ്റും എണ്ണ വില കുറെ കൂടി സന്തുലിതപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ ഈ യുദ്ധം പെട്ടെന്ന് നിൽക്കുമെന്ന ഒരു അവകാശവാദവും പ്രഖ്യാപനവും ട്രംപ് നടത്തുന്നത് എന്ന കാര്യം വ്യക്തമില്ല. എന്തായാലും പിന്നിട്ട മണിക്കൂറുകളിലൊക്കെയും ഇറാനെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. തെഹ്റാനിലും ഇസ്ഫഹാനിലും കുമ്മിലും മറ്റ് ലോറസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റ് വിദൂര സ്ഥലങ്ങളിൽ വരെ ആക്രമണത്തിൽ യാതൊരു കുറവുമില്ല. നിരവധി കെട്ടിടങ്ങൾ, ഏതാണ്ട് 20,000 താമസ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടാണ് ഇറാൻ റെഡ് ക്രസന്റ് തന്നെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ലബനാന് നേരെയും ഇസ്രായേലിന്റെ ആക്രമണം വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 630-ലധികം പേർ കൊല്ലപ്പെട്ടതായി അല്പം മുമ്പ് ലബനാൻ നേതൃത്വം തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. പക്ഷേ ഇസ്രായേലിന് നേർക്കും ഇന്നലെ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇറാനിൽ നിന്നുണ്ടായത്. കാരണം വെളുപ്പിന് 3 മണിക്കൂറിലേറെ നേരം തുടർച്ചയായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി. തെല്ലവീവ്, ഹൈഫ, ജെറൂസലം ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലും അതോടൊപ്പം തന്നെ വിദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും അനവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടും ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിതിഗതികൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മാറ്റമുണ്ട് എന്ന് പറയുക സാധ്യമല്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംഘർഷം വ്യാപിച്ചിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കാരണം 3 കപ്പലുകൾക്ക് നേരെയാണ് ഇന്ന് ആക്രമണം നടന്നിരിക്കുന്നത്. ഒരു തായ് കപ്പലിലും അതിൽ ഉൾപ്പെടും. ഇന്ത്യയിലേക്ക് വരികയായിരുന്നു ഈ കപ്പലിന് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പലുകൾക്ക് നിരന്തരമായിട്ട് ഈ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിലാണ് അതിലെ കടന്നുപോകുന്ന കപ്പലുകൾക്കും പൂർണ്ണ സുരക്ഷ താൻ വാഗ്ദാനം ചെയ്യുന്നതായും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പാക്കേജ് കപ്പലുകൾക്ക് പ്രത്യേകം താൻ നൽകുമെന്നൊക്കെ ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരു കപ്പൽ പോലും തങ്ങളുടെ അനുമതി കൂടാതെ ഈ ഹോർമസ് കടലിടുക്കിലൂടെ മുന്നോട്ട് പോയിട്ടില്ല എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്നും വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് സംഘർഷം വളരെ ശക്തമായി തന്നെ ഹോർമസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് നിലനിൽക്കുകയാണ്. അത് ഇക്കാര്യത്തിൽ പുടിൻ ഇടപെട്ടിരുന്നല്ലോ. റഷ്യയുടെ മധ്യസ്ഥ നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രാൻസ് ഈ മധ്യസ്ഥ ശ്രമങ്ങളിലേക്ക് വരുന്നു. അതിൽ പുരോഗതിയൊന്നുമില്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ലേ? ദിവ്യ, വളരെ വിശദമായിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ നേരമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചത്. ചില കൃത്യമായിട്ടുള്ള ഫോർമുലകൾ മുന്നോട്ട് വെച്ചു. പക്ഷെ അതൊന്നും ട്രംപ് സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഏതെങ്കിലും ചർച്ചകൾ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് ഇതുവരെയും റഷ്യ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ എല്ലാ അർത്ഥത്തിലുള്ള മധ്യസ്ഥ നീക്കവും നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലേക്കും മറ്റും ഈ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഇറാന്റെ നിലപാടിനോടും തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക കരുതുന്നത് റഷ്യയും ചൈനയും ഈ യുദ്ധത്തിൽ സാങ്കേതികവും ഇന്റലിജൻസ് സംബന്ധിച്ചുള്ള സഹകരണം ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ സാധൂകരിക്കുന്ന കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുമില്ല. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ തുർക്കിയും ഫ്രാൻസും റഷ്യയും ചൈനയും ഒക്കെ ഇടപെട്ട് നടത്തുന്ന ചില മധ്യസ്ഥ നീക്കങ്ങൾ, പക്ഷെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്ത്
ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇറാൻ വ്യക്തമാക്കുന്നത് യുദ്ധം തുടങ്ങിയത് തങ്ങളല്ല, തങ്ങൾക്ക് മേലെ യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ അവസാനം കുറയ്ക്കുന്നത് ഏത് വിധത്തിൽ വേണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്നൊരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ആ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാന്റെ നാവികസേന തങ്ങളുടെ കപ്പലുകളും മറ്റും നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ആക്രമണം ആ ഭാഗത്തേക്ക് കൂടി ദീർഘിപ്പിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ മേഖലയിലുള്ള അമേരിക്കയുടെ താല്പര്യങ്ങളുള്ള തുറമുഖങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ഇന്ന് സലാല, ഒമാന്റെ ഭാഗമായിട്ടുള്ള സലാലയിലെ തുറമുഖത്തെ ഇന്ധന ടാങ്കറുകൾക്ക് നേരെ നിരവധി തവണ ആക്രമണം നടന്നിരുന്നു. അതിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ തന്നെ യുദ്ധം, സംഘർഷം അതിന്റെ അവസാന ഘട്ടത്തിലാണ്, അവസാന സ്റ്റേജിലാണ് എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ട്രംപ് പലപ്പോഴായി ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷെ അപ്പോഴും പറയുന്ന ഒരു കാര്യം, യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. ഇറാൻ ഇത്തരം കാര്യങ്ങളോട് കാര്യമായി പ്രതികരണം നടത്തുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഇത്ര ദിവസം നീണ്ടാലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ സജ്ജരാണ് എന്ന മറുപടിയാണ് ഇറാൻ നടത്തുന്നത്. പക്ഷേ ഹോർമോസ് കടലിടുക്കിലൂടെ ഉൾപ്പെടെയുള്ള ചരക്ക് ഗതാഗതം പ്രതിസന്ധിയിലായതോടെ അത് ആഗോള വിപണിയെ വരെ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം.